ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷയുടെ ആൻസർ കീ ആണ്. ഇന്നത്തെ ചോദ്യപേപ്പർ കണ്ടപ്പം ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കാത്തതായിട്ട് അതിനകത്ത് ഒരു ചോദ്യവും വന്നിട്ടില്ല. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ കമന്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പരീക്ഷ എന്ന് ചോദിച്ച്. അതിന് താഴെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇട്ട കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് പുറത്തിറക്കിയ സോഷ്യൽ സയൻസിന്റെ ബുക്കിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നു. SCERT ഉള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ ബുക്കിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുക്ക് വാങ്ങിയവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടും കാണും. ബുക്കിനെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ആൻസർ കീയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? ടെന്നീസ് ആണ്. ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെ? 1ഉം 3ഉം ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏത്? പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? സോമനാഥ് ആണ്. സോമനാഥ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏത്? മലയാളം മിഷൻ. മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഹരീഷാണ് മീശ എന്ന നോവൽ രചിച്ചത്. K-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം എന്നുള്ളതാണ് K-ഫോൺ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഏതാണ്? ഇനി തൊട്ട് അങ്ങോട്ട് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1951. COVID-19 ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ആരോഗ്യ സേതു. ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഉത്തരായന രേഖ. 23 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത NH44 ആണ്. അടുത്ത ചോദ്യം, മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? കൊങ്കൺ റെയിൽവേ ആണ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഉത്തരം 1, 2, 3. ഈ തന്നിരിക്കുന്ന 3ഉം പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. 1, 2, 3, 4. താഴെ തന്നിരിക്കുന്ന 4 എണ്ണവും കര അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? മൗണ്ട് എവറസ്റ്റ് ആണ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? ഉത്തര മഹാസമതലം ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ് ആണ്, റിട്ട്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്?
42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ മാസം 22. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഗംഗയാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? മറയൂരാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏത്? എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? മലപ്പുറം. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കയ്യൂർ ലഹളയാണ്. അടുത്ത ചോദ്യം, ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? നിജാനന്ദ വിലാസമാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരായിരുന്നു. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? തൃശൂർ 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം സവർണ ജാഥ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. സാന്താൾ കലാപം നടന്ന വർഷം എന്നാണ്? 1855, 1856. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി? സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 മെയ് മാസം 10. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9, 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേര്? ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം താഴെ തന്നിരിക്കുന്നതിലായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലാതെ ഏകയല്ല. ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ആലപ്പുഴ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറന്തള്ളപ്പെടുന്നു. ഔരാസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. ഇത് നമ്മൾ ടെലഗ്രാമിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. അതായത് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം ഡി, കണ. ഒരുപാട് ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞതാണ് ഈ റിക്കറ്റ്സ്, കണാരോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നിപ്പയും എയ്ഡ്സും. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ആർദ്രം മിഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകളാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? സസ്യപരിപാലനം.
ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? പെട്രോൾ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? പ്രിയങ്ക. ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, SCERT-യിലുള്ളതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റിലേറ്റഡ് ഫാക്ട്സിൽ കോഴിക്കോട്. SCERT ഫാക്ട് ആണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏത്? നൈട്രജൻ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? 2. ഡ്യൂറ്റീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? 1 ആണ്. അടുത്ത ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു? സോഡിയം ബെൻസോയേറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം 4 മാത്രമാണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. ഒരു ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. അടുത്തത്, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് പറയുന്ന പേര് ഭാരം, വെയിറ്റ്. സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? സോളാർ വാട്ടർ ഹീറ്റർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ച്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് കെൽവിൻ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഇന്നലത്തെ മോക്ക് ടെസ്റ്റിലെ ചോദ്യമാണിത്. കണ്ടിട്ടുള്ളവർക്ക് കിട്ടിക്കാണും. 4 ഇരട്ടിയാകും. ഞാൻ ഇക്വേഷനും പറഞ്ഞത് ½ mv² കൈനറ്റിക് എനർജി. അടുത്ത മാക്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് 64 ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്ര? 62. ഒറ്റയാനെ കണ്ടെത്തുക. ഇതിലെ ഒറ്റയാൻ ഓപ്ഷൻ സി ആണ്, 4² + 3². അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 122. 19x³ = 216 ആയാൽ എക്സിന്റെ വാല്യൂ എത്ര? ഈ ചോദ്യം ഉത്തരം ഇല്ല. ഓക്കെ. 27:3 ആണെങ്കിൽ 1000 എത്രയായിരിക്കും? 10 ആണ്. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? 125. 13.01 + 14.032 - 10.43 എന്ന് പറയുന്നത് ഓപ്ഷൻ എ, 16.612. ദൂരം കിലോമീറ്റർ, അങ്ങനെയാണെങ്കിൽ കോൺ ഡിഗ്രിയാണ്. അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ഡി ആണ്, 67. ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതാണ്? ഉത്തരം ശനിയാണ്. സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9-ഉം താഴെ നിന്ന് 38-ഉം ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? 46 കുട്ടികളാണ്. 2 സംഖ്യകളുടെ ലസാഗു 7700-ഉം ഉസാഖ 11-ഉമാണ്. അതിൽ ഒരു സംഖ്യ 275 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? 308. അടുത്ത ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 46 and 1/3. വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ യഥാക്രമം തന്നിട്ടുണ്ട്. എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്ര? 39 ആണ്. 15625 എന്ന സംഖ്യയുടെ വർഗമൂലം കാണുക. ഓപ്ഷൻ എ, 125. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ് ആണ്. എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? ഓപ്ഷൻ ഡി, 99 സെക്കൻഡ്. ഫോട്ടോയിൽ പുരുഷനെ ചൂണ്ടിക്കാട്ടി ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം അച്ഛനാണ്. അടുത്ത ചോദ്യം, ഡിയർ എന്നുള്ളത് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി, 4519. 99-ാമത്തെ ചോദ്യം, 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റാൽ നഷ്ടം എത്ര? ഓപ്ഷൻ സി, 50 രൂപ. 3³ × 2 - 4 + 14 = 64. ഓക്കെ, അപ്പൊ ഇതാണ് ഉത്തരസൂചിക. പ്രൊവിഷണൽ ആൻസർ കീ PSC തിങ്കളാഴ്ച പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് കിട്ടുമ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് ഒന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ വായിച്ചോളാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.